പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി BJP തലസ്ഥാനം, പ്രത്യേകിച്ച് അനന്തപുരിയിലെ LDF കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കിച്ചൺ ബിൻ അഴിമതി അടക്കം വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായി, അതായത് ഇഷ്ടക്കാർക്ക് ഏത് രീതിയിലും കോൺട്രാക്റ്റ് മരാമത്ത് പണികൾക്കായിട്ട് ടെൻഡറൊന്നുമില്ലാതെ അങ്ങ് കൊടുക്കുക, അങ്ങനെ ഏതാണ്ട് എല്ലാം കൂടി കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെയും കൂടി കൂട്ടിച്ചേർത്ത് CPMൻ്റെ LDFൻ്റെ കോർപ്പറേഷൻ ഭരണത്തിൽ 20,000 കോടിയിലധികം രൂപയുടെ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നാണ് BJP കൃത്യമായി തന്നെ ആരോപിക്കുന്നത്. എന്തായാലും ഇതിനോട് ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണമായിരുന്നു CPM തിരുവനന്തപുരത്ത് നടത്തിയത്, വിശേഷിച്ച് അനന്തപുരിയിൽ നടത്തിയത്. എന്നാൽ അതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ച, ഒരുപാട് സ്ഥലത്ത് പോയി അവാർഡ് വാങ്ങിയ കോർപ്പറേഷൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ എവിടെ? ഈ ചോദ്യമാണ് കൃത്യമായി തന്നെ ഇപ്പോൾ നാട്ടുകാരും നമ്മളും BJPയും പ്രതിപക്ഷവും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ നേട്ടമുണ്ടെങ്കിൽ പിന്നെ എന്താണ് ആ നേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കാൻ മുൻനിരയിൽ ആര്യ രാജേന്ദ്രൻ എത്താതിരുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും BJP ചോദിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ പ്രശാന്ത് നൽകുന്നുണ്ട്. പ്രശാന്ത്, വളരെ പ്രസക്തമായ ചോദ്യം, മേയർ എവിടെ? ശ്യാം, അതുതന്നെയാണ് പൊതുസമൂഹം മേയർ എവിടെയാണെന്നാണ്. നമുക്കറിയാം, ഈ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അവതരിപ്പിച്ചുകൊണ്ട് CPM വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് പ്രചരണം നടത്തിയിരുന്നു. മാത്രമല്ല, ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡടക്കം മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി വാങ്ങുകയൊക്കെ ചെയ്തു. നിരന്തരം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഈ CPMൻ്റെ നേതാക്കന്മാരെല്ലാം പറയുന്നത് തിരുവനന്തപുരം നഗരസഭ, ആ നഗരസഭ ഏറ്റവും വലിയ വികസനത്തിൻ്റെ പാതയിലാണ്. അതോടൊപ്പം തന്നെ മേയറുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. തിരുവനന്തപുരം നഗരത്തെ തന്നെ മാറ്റുന്ന രീതിയിൽ മേയറുടെ പ്രവർത്തനം ഉണ്ടായി. അങ്ങനെ ഒട്ടേറെ വികസനം വന്നു. ഇങ്ങനെ കൊട്ടിഘോഷിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. നാഴികയ്ക്ക് 40 വട്ടം മേയറെ പുകഴ്ത്തുന്ന CPM, എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മേയർക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അതായത് മേയർ ആര്യ രാജേന്ദ്രന് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കുടുംബയോഗങ്ങൾ നടന്നാലും ശരി, അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള പര്യടനമായിക്കോട്ടെ, കുടുംബയോഗങ്ങളായിക്കോട്ടെ, മറ്റങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും ആര്യ രാജേന്ദ്രൻ്റെ സാന്നിധ്യം പോലും ഇല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. BJP അടക്കം ചോദിക്കുന്നത് ഇതാണ്, എവിടെ ആര്യ രാജേന്ദ്രൻ എന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. കാരണം ഇത്രയും കൊട്ടിഘോഷിച്ച് വികസനങ്ങളൊക്കെ നടത്തിയ നഗരസഭയിൽ അങ്ങനെ ഒരു വികസനങ്ങൾ നടത്തിയെങ്കിൽ ആ മേയറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മേയറെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ആ വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടത്. എന്നാൽ അങ്ങനെ വോട്ട് പിടിക്കാൻ ഇറങ്ങാതെ മേയർ എവിടെ എന്ന് പോലും അറിയാൻ വയ്യ, അല്ലെങ്കിൽ മേയർ ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ പല സ്ഥാനാർത്ഥികളും പര്യടനം നടത്തുന്നത്. മേയറുടെ പേര് പോലും ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരിടത്തും മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേര് വിവരങ്ങളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, മേയർ പോലും കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുന്നില്ല, മറ്റു പരിപാടികളിലൊന്നും പോകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും CPM മേയറെ അകറ്റി നിർത്തിയിരിക്കുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇലക്ഷൻ വന്നതിന് ശേഷം 21 വയസ്സുകാരിയായ മേയറെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് CPM ഈ നഗരസഭ ഭരിക്കാൻ ആരംഭിച്ചത്. ആ ഭരിക്കാൻ ആരംഭിച്ചതിന് ശേഷം നിരവധി അഴിമതി കേസുകളടക്കം ഈ മേയറുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ആ സമയത്ത് ഈ മേയർ ആര്യ രാജേന്ദ്രനെ അനുകൂലമായ ഒരു നിലപാട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കൃത്യമായി തന്നെ ഓരോ അഴിമതിയും ചൂണ്ടിക്കാണിച്ചാണ് BJP ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 2022 തെരുവ് നായ ശല്യം അതിശക്തമായി തന്നെ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഉണ്ട്. അഭയകേന്ദ്രങ്ങൾ തുടങ്ങുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. കഴിഞ്ഞ 3 വർഷത്തിനിടെ വന്ധീകരണം എന്ന പേരിൽ 2,21,00,000-ലധികം രൂപയാണ് ചെലവിട്ടത്. 8,855 നായ്ക്കളെ വന്ധീകരിക്കേണ്ട സ്ഥാനത്ത് ഇതിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് BJP ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയതിലെ വലിയ കെടുകാര്യസ്ഥത, മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ 50 ഇലക്ട്രിക് വാഹനങ്ങൾ കൃത്യമായ പരിപാലനമില്ലാതെ തുരുമ്പെടുത്ത് നശിച്ചു എന്നതാണ് രണ്ടാമത്തെ കാര്യം. സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്നിട്ടും വെറും ഒരാഴ്ചയിൽ താഴെ മാത്രമാണ് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചത്. നോക്കൂ, ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഈ വലിയ അഴിമതിക്കും ഗുരുതരമായ വീഴ്ചയ്ക്കും കളമൊരുങ്ങുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. യെസ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുടരുന്ന അഴിമതി കഥകൾ വീണ്ടും ഓരോന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആര്യ രാജേന്ദ്രനിൽ മാത്രം എല്ലാ പാപഭാരവും തലയിൽ വെച്ചുകൊണ്ട് തൽക്കാലം മാറ്റി നിർത്തുക എന്നൊരു പൊളിറ്റിക്കൽ തന്ത്രം കൂടി ഇതിന് പുറകിലുണ്ടോ CPMന്? ശ്യാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാ കാര്യത്തിലും ഈ ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ ഉയർത്തിക്കാണിക്കുകയും ചെയ്ത CPM ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഒരു ഘട്ടത്തിലും ഒരു പോസ്റ്ററിൽ പോലും ആര്യ രാജേന്ദ്രൻ്റെ പേരില്ല, വിവരങ്ങളില്ല, ഒന്നുമില്ല.
മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബസംഗമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗങ്ങളിലൊന്നും ആര്യ രാജേന്ദ്രൻ ഇല്ല എന്നത് അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഈ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. കാരണം ആര്യ രാജേന്ദ്രനെ ഉയർത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ CPM വിജയസാധ്യതയ്ക്ക് 1% പോലും ഇല്ല എന്നതാണ് ഇപ്പോൾ CPM തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ പ്രചരണങ്ങളിൽ നിന്നടക്കം മാറ്റി നിർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും അഴിമതി നടത്തിയ ആളെ ആ അഴിമതിയെല്ലാം പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെളിച്ചത്ത് വന്നതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു വിഷയം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കറപ്റ്റഡ് ആയിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് ആ ആളെ ഉയർത്തി കാണിച്ചുകൊണ്ട് പര്യടനം നടത്തി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് CPM-നെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ. BJP ആയാലും ശരി പൊതുജനങ്ങളായാലും ശരി അത് തന്നെയാണ് ഉയർത്തുന്നത്. കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ ഇത്രത്തോളം നേരത്തെ CPM പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഈ വികസനങ്ങളെല്ലാം ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് സീറ്റ് നൽകിയില്ല, എന്തുകൊണ്ട് ഈ പ്രചരണങ്ങൾക്ക് കൂട്ടുന്നില്ല? മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിക്കോട്ടെ മറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നടന്നു, ആ യോഗങ്ങൾ നടന്നു, അതിലൊന്നും ഈ ആര്യ രാജേന്ദ്രന്റെ സാന്നിധ്യമേ ഇല്ല. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉയരുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരാളെ മാറ്റി നിർത്തേണ്ട കാര്യമോ അല്ലെങ്കിൽ കാരണമോ ഇല്ല. ആ ഒരു വ്യക്തിയെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതും തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കേണ്ടതും. എന്നാൽ അത്തരം കാര്യങ്ങൾക്കൊന്നും ആര്യ രാജേന്ദ്രനെ ഉയർത്തിക്കാട്ടുന്നില്ല എന്ന് മാത്രമല്ല പേരുകൾ പോലും നൽകുന്നത് ഒരു സാഹചര്യമില്ല. അത് ഈ നേരത്തെ കരമന ജയൻ വിമർശിച്ച കണക്ക് തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിരുന്നു. അതെല്ലാം BJP വെളിച്ചത്ത് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാം, നിരവധി സമരങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ 5 കൊല്ലം BJP സമാനതകളില്ലാത്ത സമരമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അകത്തും പുറത്തും കൗൺസിൽ യോഗത്തിലും നടത്തിയത്. മേയറെ തടഞ്ഞു വെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടുത്ത നടപടികളിലേക്കെല്ലാം BJP ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഓരോ അഴിമതികളും മേയർ നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി മേയർ നടത്തിയ ഓരോ അഴിമതികളും എണ്ണി പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിക്കൊണ്ടുമാണ് BJP. എന്തായാലും എല്ലാ പാപഭാരവും അഴിമതിയുടെ എല്ലാ പാപഭാരവും കൃത്യമായി തന്നെ ഈ പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് വലിയ കുട്ടികൊഴിച്ചാണ് ആര്യ രാജേന്ദ്രനെ CPM അനന്തപുരിയിൽ അവതരിപ്പിച്ചത്. എന്തായാലും എല്ലാ പാപവും ഇപ്പോൾ ആര്യയുടെ തലയിലിട്ട് ആര്യയെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇറക്കാതെ എന്തിനാണ് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി കൃത്യമായി തന്നെ നമുക്ക് ഉന്നയിക്കേണ്ടി വരും.